ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ തുറന്നടിച്ച നടൻ പ്രേംകുമാർ. ആശാസമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് തന്നെ നീക്കാൻ കാരണം. സച്ചിദാനന്ദനോടും തന്നോടും സർക്കാരിന് രണ്ട് നിലപാടെന്നും പ്രേംകുമാർ ആരോപിച്ചു. ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നെന്നാണ് പ്രേംകുമാറിനെ മാറ്റിയത് എന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ വിശദീകരണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ നേരത്തെ തന്നെ പ്രേംകുമാറിന് അതൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷമാണ് പ്രേംകുമാർ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തുന്നത്. സമരം ചെയ്ത ആശാപ്രവർത്തകർക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റിയതെന്ന് പ്രേംകുമാർ പറഞ്ഞു. ഒരു യാത്രയപ്പ് പറയാൻ പോലും തനിക്ക് അവസരം നൽകിയില്ല. സച്ചിദാനന്ദനോട് കാണിക്കുന്ന സമീപനമല്ല സർക്കാർ തന്നോട് കാണിക്കുന്നത്. ഈ കൂടെ പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഒരു ഇരട്ട നീതി പോലെ എന്നോട് കാണിച്ച ഒരു നീതിയല്ല അദ്ദേഹത്തോട് കാണിക്കുന്നതല്ല എന്നോട്. എന്തെങ്കിലും വരേണ്യതയോടുള്ള ഒരു വിനീതത്വമോ വിധേയത്വമാണെന്നൊക്കെ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുമ്പോൾ 15,000 രൂപ മാത്രം ഓണറേറിയം വാങ്ങി സിനിമ പോലും വേണ്ടെന്ന് വെച്ചാണ് താൻ പ്രവർത്തിച്ചതെന്നും പ്രേംകുമാർ. മാസം 10,000 രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത്. ഒരു സിനിമ പോലും ചെയ്യാതെ ഇപ്പോൾ പൂർണ്ണസമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അത്രയും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം, ഒരു പ്രവൃത്തി അവിടെ നിന്ന് പിന്നെ എന്താണ് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു ഒരു മാന്യത ഉണ്ടാകണം. അതേസമയം പ്രേംകുമാറിനെ ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റിയത് അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിലല്ലെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം. കാലാവധി പൂർത്തിയായതിനെ തുടർന്നുള്ള സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് പുതിയ സമിതിയെ തിരഞ്ഞെടുത്തത്. പ്രേംകുമാറിനെ ഒഴിവാക്കുകയോ സ്ഥാനത്തു നിന്നും മാറ്റുകയോ ചെയ്തിട്ടില്ല. പദവി ഒഴിയുന്നത് സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.